ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളുള്ളത് ഇപ്പം ദുബായിലാണ്. നമ്മുടെ അൽസീഫിൽ നിന്ന് നേരെ പിന്നെ നമ്മൾ ദുബായ് മാളിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. പോകുന്നതിനിടയിലുള്ള കാഴ്ച ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാരണം നമ്മുടെ ദുബായ് സിറ്റി കാണാൻ എന്തൊരു രസമാണല്ലേ. എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ബ്യൂട്ടിഫുൾ ബിൽഡിങ്സും ഭയങ്കര ഒരു റോഡിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പം ഭയങ്കര രസമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത്രയും അടിപൊളിയാണ്. ഇത് ലൈവായിട്ട് നമ്മൾ കാണുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രയും കിടിലൻ ഫീലാണ്. ലുക്ക് അറ്റ് ദിസ് ഗായ്സ്, നമ്മുടെ ബുർജ് ഖലീഫ ലൈവായിട്ട് കാണാൻ പറ്റി. നമ്മുടെ ദുബായ് മാളിലെ ഏറ്റവും ടോപ്പസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ നിന്ന് നമുക്കിങ്ങനെ നമ്മളെ തൊട്ടടുത്ത് നിൽക്കുന്ന പോലെ നമുക്ക് ബുർജ് ഖലീഫ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അങ്ങോട്ടാണ് പോയത്. അതിനുശേഷം പിന്നെ നമ്മൾ ദുബായ് മാളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. മൽക്കതീ അജ്മലിൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സുഖമായി. അജ്മലിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു ഫുൾ ടൈം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഗായ്സ്, നമ്മളിത് ദുബായ് മാളിലാണുള്ളത്. വെരി ക്രൗഡഡ്, ഭയങ്കര റഷാണ്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട്. ചെല്ലുതേ, അജ്മലുതേ, മഹ്മുദേ. അവരാ എന്താ നോക്കണത്? ഫിഷാണോ? നമ്മളിപ്പോൾ എവിടെ ഉള്ളത് അറിയോ? എവിടെയാണുള്ളത്? ദുബായ് മാൾ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ദുബായ് മാളിലാണ്. അപ്പം നമ്മൾ H&M കീ സെക്ഷനിലോട്ട് പോവാണ്. വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല. മക്കൂന് കുറച്ച് ഡ്രസ്സ് എന്തെങ്കിലും കിട്ടുമോ നോക്കാലോ. ചുമ്മാ വെറുതെ ഇറങ്ങിലൊക്കെ വേണ്ടേ. ഇവിടെ വെക്കുന്ന സ്ഥലമാണ്. ബാഗും ഇവിടെ ഇട്ടിട്ട് അത് ഇരിക്കുന്ന. അങ്ങനെ നമ്മൾ മൽക്കൊക്കെ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ നോക്കി. പക്ഷെ ഒന്നും അങ്ങ് സൂട്ടായില്ല H&Mൽ. അങ്ങനെ നമ്മൾ നേരെ അവിടുന്ന് LC വാക്കിക്കിൽ പോയി. അവിടെയെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. സോറി, LC വാക്കിക്ക് ഇവിടെയും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പിന്നീട് അങ്ങോട്ടുണ്ടായത് ഓരോ ഷോപ്സിൽ കയറുക, ഓരോ ഡ്രസ്സുകൾ നോക്കുക, ഇതൊക്കെ തന്നെ ഇരുന്ന് ഉണ്ടായിട്ടുള്ളത്. മൽക്കൊക്കെയാണ് മെയിനായിട്ട് നോക്കിയിട്ടുള്ളത്. ദുബായ് മാളായതുകൊണ്ട് ഞാൻ അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ എനിക്ക് ഒട്ടും അങ്ങ് ദഹിച്ചില്ല എന്ന് പറയാൻ പറ്റും. അങ്ങനത്തെ രീതിയിലുള്ള കളക്ഷൻസ് ആയിരുന്നു എനിക്ക് അവിടെ കണ്ടത്, ഞാൻ കയറിയ ഷോപ്സിലൊക്കെ. പിന്നീട് നമ്മളിതേ ദുബായ് മാളിൽ ഓരോ ഷോപ്സിൽ കയറുന്നു ഇറങ്ങുന്നു. മൽക്കാണെങ്കിലോ അജ്മലിൻ്റെ അടുത്തുനിന്ന് വരുന്നില്ല. നമ്മൾ എത്ര കാലമായി ഇതിനൊന്ന് ഫ്രീ ആയിട്ട് നടന്നിട്ട്. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ ഫൈനലായിട്ട് ഒരു ഷോപ്പിലും കൂടി നോക്കി മൽക്കൊക്കെ പറ്റിയ ഡ്രസ്സ്. പക്ഷേ അവിടെയും കിട്ടിയില്ല. സെല്ലു ഏതൊക്കെയോ ഒരു ഡ്രസ്സൊക്കെ നോക്കുന്നു, എനിക്ക് ഒട്ടും അങ്ങ് തേച്ചില്ല. അങ്ങനെ നമ്മൾ ആ ഒരു ഷോപ്പിംഗ് എന്നുള്ളൊരു സംഭവം നമ്മൾ അങ്ങ് തള്ളിക്കളഞ്ഞു. പിന്നെ മൽക്ക അജ്മലിൻ്റെ പിന്നാലെ ഓടലും കളിക്കലും ഒക്കെ തന്നെയായിരുന്നു. കുറേ നടന്ന് ഓരോ ഷോപ്സും മാറി മാറി കയറി ഇറങ്ങിയതിൻ്റെ ശേഷം നമുക്കെല്ലാവർക്കും നന്നായിട്ട് തന്നെ വിശന്നു. കാരണം ഉച്ചയ്ക്ക് തന്നെ ഓൾറെഡി ഒരു പാളിയ ബിരിയാണി ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചു KFC കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദുബായ് മാളിൽ തന്നെ ഫുഡ് കോർട്ടിൽ നമ്മൾ KFC ഓർഡർ ചെയ്തു. കഴിക്കുകയാണ് എല്ലാവരും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടൈമിൽ വിശന്നിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പം നമ്മളെല്ലാവരും നല്ല രീതിയിൽ തന്നെ ഫുഡൊക്കെ കഴിച്ചു, എൻജോയ് ചെയ്തു. പിന്നീട് നമ്മൾ പോയത് വാട്ടർ ഷോ കാണാനാണ്. അതും നമ്മുടെ ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വാട്ടർ ഷോ ആണ്. അവിടെ എത്തിയപ്പം ഭയങ്കര ക്രൗഡായിരുന്നു. പ്രത്യേകിച്ച് വീക്കെൻഡും കൂടി ആയതുകൊണ്ട് ഭയങ്കര ക്രൗഡാണ്. പക്ഷെ ഭയങ്കര ഭംഗിയായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട്. എത്ര കണ്ടിട്ടും കൊതി തീരില്ല എന്ന് പറയില്ല, ആ ഒരു വിധത്തിലായിരുന്നു. അവിടുത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു.
അറ്റ് ദിസ് ഗായ്സ്, വേൾഡിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് വാട്ടർ ഷോ ആണ് ഈ നടക്കുന്നത്. അത് ലൈവായിട്ട് കാണുക തന്നെ പറയുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓരോ 30 മിനിറ്റ്സ് കൂടുമ്പോഴും നമുക്ക് ഈ വാട്ടർ ഷോ ഈവനിങ് ടൈമിൽ ഉണ്ടാവാറുണ്ട്. എൻ്റെ മൽക്കയൊക്കെ അവിടെ നിന്ന് അങ്ങ് വാട്ടർ ഷോ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്, തിരിഞ്ഞു പോലും നോക്കുന്നില്ലായിരുന്നു. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ട് അവൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആരാണ് അവിടെ നിന്ന് പിന്നെ പോകാൻ നിൽക്കുക? ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാട്ടർ ഷോ ഒക്കെ നടക്കുമ്പം എന്തായാലും ആ ഒരു മ്യൂസിക്കും ആ ഒരു ലൈറ്റിങ്ങും ആ ഒരു എന്താ പറയുക വാട്ടർ ഡാൻസിങ്ങും ഭയങ്കര ഭംഗിയായിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്തുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അവിടെ ഒത്തുചേർന്ന് എല്ലാവരും ഒരേ രീതിയിൽ എൻജോയ് ചെയ്യുമായിരുന്നു. എന്തായാലും നമുക്കിതൊരു മറക്കാൻ പറ്റാത്തൊരു ബ്യൂട്ടിഫുൾ മെമ്മറി തന്നെ ആയിരിക്കും. സെല്ലോ, ഹാപ്പി ഫാദേഴ്സ് ഡേ. അങ്ങനെ നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാട്ടർ ഷോ ഒക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാമെന്നുള്ള പ്ലാനാക്കി. അപ്പോൾ ദേ മൽക്കതേ അജ്മലിനെ ഭയങ്കര രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. ഫുൾ ടൈം അജ്മലിൻ്റെ കൂടെ തന്നെ ഇരുന്നു. അജ്മലിൻ്റെ തോളിൽ നിന്ന് ഇറങ്ങുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാനും സെല്ലും ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കുകയായിരുന്നു കുറച്ച് ടൈമൊക്കെ. അപ്പം ദുബായ് മാളിൽ ഇനി കാണാൻ ഒരുപാട് പ്ലേസസ് നമുക്ക് ബാക്കിയുണ്ട്. ഓരോ സ്ഥലം കയറി കണ്ടുവരുമ്പോഴേക്കും നമ്മുടെ കാലൊക്കെ ഒരു പണിയാവുന്ന വിധത്തിലാവും. അപ്പം നമ്മൾ എന്തായാലും ഇനി അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അത്യാവശ്യത്തിൽ അധികം നമ്മൾ നടന്നിട്ട് തന്നെ ടയേർഡായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് ഇങ്ങനെയുള്ള ഓരോ സ്പോർട്സ് കണ്ടു. ഭയങ്കര എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഓരോ ഷോപ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കാം മേ ബി. എന്തായാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മാൾ തന്നെയാണ് ഈ ദുബായ് മാൾ. അതിൻ്റെ ഇടയിൽ ഇതേ ഐസ് സ്കേറ്റിങ്ങിൻ്റെ ഒരു വിഷ്വൽ കണ്ടു. അപ്പോൾ അതും ജസ്റ്റ് ചുമ്മാ ഒന്ന് ക്യാപ്ചർ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കുട്ടികളിങ്ങനെ കളിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എനിവേ എന്തായാലും ഇന്നത്തെ ഒരു ഡേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു ഞങ്ങൾക്ക് ദുബായ് മാളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ബായ്.